നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ് ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത്. എന്നാൽ ആ ശ്രീകോവിൽ പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രതിപക്ഷ പ്രതിഷേധങ്ങളാൽ സഭാ നടപടികൾ തടസ്സപ്പെടുന്നത് ഒട്ടും പുതുമയുള്ള ഒന്നല്ല. എന്നാൽ ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്നത് അസാധാരണമായ സാഹചര്യമാണ്. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലുമായി 141 അംഗങ്ങളെയാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തത്. BJP സർക്കാർ ഇത്തരം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ പേരാണ് ഉയർത്തിക്കാട്ടുന്നത്. ദ ഇലക്ഷൻ ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. സസ്പെൻഷൻ രാഷ്ട്രീയവും ഇന്ത്യ മുന്നണി യോഗവും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റൈറ്റ്. ദ ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ മനു ഭരത്താണ്. മനു, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ പാർലമെന്റിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിനെതിരെ അതിശക്തമായ നടപടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. സർക്കാർ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല, പക്ഷേ സഭാനാഥൻ എന്നത് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ അർത്ഥത്തിൽ കാണേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലെ പാർലമെൻറ്റോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സംവിധാനങ്ങളോ ഒക്കെ നിരീക്ഷിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെ പലപ്പോഴും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം പോലും ഉണ്ടാകണമെന്നില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ രാജാധികാരം കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ ചില തീരുമാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ പ്രതിഷേധം ഉയർന്നാൽ മാത്രം അത് ചർച്ച ചെയ്യപ്പെടുന്ന സഭകളാണ് മറ്റു പല രാജ്യങ്ങളിലുമുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്നത് എല്ലാ വിഷയങ്ങളും സഭ വിശദമായി ചർച്ച ചെയ്യുന്നു. നമ്മുടേത് നിയമനിർമ്മാണ സഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമൊക്കെ തുല്യമായ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സഭാ നടപടികൾ കാണുമ്പോൾ അങ്ങനെയാണോ എന്ന സംശയം തോന്നുന്നില്ലേ മനു? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും സഭാ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി നടക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അവിടെ ചർച്ചകൾ ഒരു പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതലുണ്ടാകും. പക്ഷേ ഈ ആളുകൾ പരസ്പരം കലഹിക്കുകയും ഈ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതി സാധാരണ നമുക്ക് യൂറോപ്പിലോ മറ്റ് ഉള്ളിടത്ത് ഇരുസഭകളിലും ഇങ്ങനെ അതായത് ഈ രാഷ്ട്ര പുരോഗതിയും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് പാർലമെന്റിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന് തുല്യമായ സംവിധാനത്തിൽ നടക്കാറുള്ളത്. രാഷ്ട്രീയം പറയുകയോ അത്തരം ആക്ഷേപങ്ങളോ ഒന്നും തന്നെ പലപ്പോഴും കാണാറില്ല. അതെ, അവിടെ സ്വാഭാവികമായും ഈ സഭയ്ക്കകത്ത് നിയമനിർമ്മാണമാണല്ലോ ലെജിസ്ലേച്ചറിന്റെ ഒരു പ്രധാന ദൗത്യം. ആ നിയമനിർമ്മാണ പ്രക്രിയ നടക്കുക, അതിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുക, അതിന് നിലപാടുകൾ വ്യക്തമാക്കുക, അങ്ങനെ അതിനെ തുടർന്ന് പരസ്പര ബഹുമാനത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതൊക്കെയാണ് ഒരു സഭയുടെ രീതി. പൊതുവെ സ്പീക്കറെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക, പരസ്പരം കലഹിക്കാതിരിക്കുക, ഇതൊക്കെ സാമാന്യമായൊരു രീതിയാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് പലപ്പോഴും ഈ ആളുകൾ മൈക്കെടുത്ത് ഭരണപക്ഷവും തമ്മിൽ അടികൂടുന്നത് വരെ ഒക്കെയുള്ള നിയമസഭകളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പാർലമെൻറ്റ് പലപ്പോഴും നല്ല വളരെ വലിയൊരു കാലയളവിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ വലിയ ഇതായിട്ടുണ്ട്. നമ്മുടെ കേരള നിയമസഭയിൽ അറിയാലോ, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയിരുന്ന ശിവൻകുട്ടിയും ഒക്കെ അങ്ങനെ വലിയ ആരോപണങ്ങൾ നേരിട്ട് EP ജയരാജൻ ചേർന്ന് തള്ളിയിടുന്നതും ഒക്കെ തരത്തിലൊക്കെയുള്ള തർക്കം. അത് മാത്രമല്ല, ഈ പാർലമെന്റിലാകട്ടെ ലോക്സഭ രാജ്യസഭ നടപടികളൊക്കെ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഒരു മണിക്കൂറിന്റെ ചാർട്ട് വരും. അതായത് എത്ര മണിക്കൂറായിരുന്നു ഇതിന്റെ ഔട്ട്പുട്ട് എന്നത്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. പക്ഷേ ദിവസങ്ങളോളം സഭ സമ്മേളിച്ചു കഴിയുമ്പോൾ ചർച്ച നടന്നത്, സഭാ നടപടികൾ നടന്നത് എന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കുമെന്നും നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കും. ഓരോ സഭാ സമ്മേളനത്തിലും ഓരോ MPയുടെയും പൂർണ്ണമായ ചെലവ്, അവിടേക്കുള്ള യാത്രാഭത്ത, അതോടൊപ്പം തന്നെ സിറ്റിംഗ് ഫീസ്, ഇങ്ങനെയെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നാണ് ഈ തുക
മുടക്കുന്നത്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും എംപിമാർ എത്തുന്നത്. പക്ഷേ എത്ര മടുക്കും. സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വേദി എങ്കിലും പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം വരുന്നത് നമ്മുടെ ഇപ്പോൾ ലോക്സഭ 543 എംപിമാരാണല്ലോ ഉള്ളത്. അതിൽ 21 സീറ്റുകൾ ഇപ്പോൾ ഏറെക്കുറെ വേക്കൻ്റ് ആയി കിടക്കുകയാണ്. അത് അപ്പോഴത്തെ കറണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് 522 ആണ്. അതിൽ 323 സീറ്റുകളോളം BJPയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സഖ്യകക്ഷികളുമാണ് അതിൽ ആ സീറ്റുകളിൽ ഉള്ളത്. അതെ, കുറച്ചുപേര് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് രാജിവെച്ചവരും ഒക്കെ പോയി. അപ്പോൾ അതൊക്കെ ഇതായിട്ടുണ്ട്. ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് 142 ആണ്. അതിൽ 67% ആളുകളാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡേറ്റാസ് കുറച്ചുകൂടി വിശദമായി പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ, ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി പങ്കുവച്ചാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ, ഈ സമ്മേളനം ആരംഭിച്ചത് ഡിസംബർ 4-ാം തീയതിയായിരുന്നു. ഇലക്ഷൻ ചാനൽ പിന്തുടരുന്ന പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു സഭാ സമ്മേളനം ആരംഭിച്ചത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സഭാ സമ്മേളനത്തിന് മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ആ ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്, പ്രത്യേകിച്ച് 3 സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്. അതിനുശേഷം ഡിസംബർ 13-ാം തീയതിയാണ് ഈ പാർലമെന്റിൽ അതിക്രമം നടക്കുന്നത്. അതായത് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ആയിരുന്നു ഈ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് പ്രതിപക്ഷം പ്രതിഷേധങ്ങളിലേക്ക് പോയത്. നമുക്ക് ആ ഡേറ്റയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ദ ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ നിന്ന് അത് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഈ ശീതകാല സമ്മേളനത്തിൽ ഇതുവരെ ഇലക്ഷൻ ചാനലിന്റെ ഈ എപ്പിസോഡ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 141 എംപിമാർ ആണ് സസ്പെൻഷനിൽ ആയിട്ടുള്ളത്. അവിടെയാണ് മനു പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഏതാണ്ട് പ്രതിപക്ഷത്തിന്റെ കസേരകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ലോക്സഭയിൽ പിന്നെ പ്രതിപക്ഷത്തിന് ഏറെക്കുറെ 47 പേരുണ്ടാകും. അതേസമയം രാജ്യസഭയിൽ ഒരു 100 സീറ്റിനോട് അടുപ്പിച്ച ആളുകൾ ഉണ്ടാകും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഇത് എത്രമാത്രം പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായി ഇനി ഈ ശീതകാല സമ്മേളനത്തിൽ ഇടപെടാൻ കഴിയും എന്നതാണ് ഒരു വലിയ ചോദ്യമായി ഇരിക്കുന്നത്. ലോക്സഭയിൽ നിന്ന് നമുക്കറിയാം 95 ആളുകൾ പോയല്ലോ. അപ്പൊ ഇതാണ് ഇപ്പൊ പാർലമെന്റിന്റെ ഒരു സാഹചര്യം. ഇനി ഇവർക്ക് ഈ അവിടെ മനു പറയുന്നതിനോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളിൽ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളവർ, ഇപ്പോൾ രാജ്യരക്ഷാ മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്, രാജ്നാഥ് സിംഗ് ആണ്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നത് ആഭ്യന്തരമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല സർക്കാർ. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ മനു. അതായത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ആളുകൾക്ക് സാധിക്കുന്നു, പ്രതിഷേധമുയർത്താൻ സാധിക്കുന്നു. അന്ന് ഈ വാതകം ഒക്കെ പുറത്തേക്ക് വിട്ട ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എന്ത് സുരക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിക്കുന്നത്. അംഗങ്ങൾക്ക് അത് സ്വാഭാവികമായി ചോദിക്കാം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും വന്നിരിക്കേണ്ട ഒരു സ്ഥലവുമാണ്. അപ്പൊ അവിടെ അത് മാത്രമല്ല, ആക്രമണം നടന്നത് ആ പാർലമെന്റ് അതിക്രമം നടന്നത് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലുമാണ്. അപ്പൊ സ്വാഭാവികമായും അന്ന് കൂടുതൽ സുരക്ഷ സാധാരണഗതിയിൽ ഒരുക്കാറുണ്ട്. അഭിലാഷൊക്കെ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ അറിയാലോ, അത് സാധാരണ അതിന്റെ ഒരു വാർഷിക ദിനത്തിലൊക്കെ കൂടുതൽ സുരക്ഷ. പൊതുവെ ഡൽഹി നഗരത്തിലെ മെട്രോ സ്റ്റേഷനുകളിൽ, ടൗണുകളിലൊക്കെ കൂടുതൽ സേനാംഗങ്ങളെ കാണാൻ സാധിക്കും. മെട്രോയിലൊക്കെ കൂടുതൽ പരിശോധന നടത്തിയാണ് അവിടെ പ്രവേശിപ്പിക്കുക പോലും. പക്ഷെ അന്ന് ഉണ്ടായത് ഈ ഒരു വലിയ വീഴ്ചയാണ്. ഇപ്പൊ മാധ്യമപ്രവർത്തകരായ നമുക്ക് പോലും പാർലമെന്റിനകത്തേക്ക് കടക്കാനുള്ള കടമ്പകൾ അറിയാലോ. PIB പാസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും MP ഒരു കത്ത് തരണം, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ് ഇത് വന്നിട്ടുള്ളത്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ ഒരു പക്ഷേ അത് സഭാനാഥന്റെ അംഗീകാരം കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായും അതിന് പാർലമെന്റേറിയൻ രീതി എന്ന് പറയുന്നത് ഒരു പക്ഷേ വല്ല പ്രതിഷേധം മുഴക്കുക, വാക്കൗട്ട് നടത്തുക, അങ്ങനെയാണ്. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുക, സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ച് കയറുക എന്നതൊക്കെ ഒരു പക്ഷേ സ്വാഭാവികമായും അത് ശരിയായ പാർലമെന്ററി രീതിയാണോ എന്നുള്ളത് ഒരു വശത്ത് ചോദ്യം വരുന്നു. മറുവശത്ത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ പ്രതിപക്ഷ ബഹുമാനവും ഭരണപക്ഷത്തിനുണ്ടാകണം. ഒരുപക്ഷെ തങ്ങൾക്ക് 300-ലധികം സീറ്റുകളുണ്ട്, 323 ആളുകൾ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തെ പാടെ അവഗണിക്കുന്ന ഒരു രീതിയും
രീതിയും ശരിയല്ല. സ്വാഭാവികമായും ഇരു വിഭാഗങ്ങളും അവരുടെ ശക്തിയെ നോക്കിയല്ല, പക്ഷേ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം വേണം. അതാണ് പാർലമെന്റ് ആ നിലയ്ക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റ് യൂറോപ്പിലും UK-ലൊക്കെ നമുക്കറിയാലോ പാർലമെന്റിന്റെ ഒരു സങ്കല്പവും തുടക്കവും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് 141 അംഗങ്ങളിലേക്ക് സസ്പെൻഷൻ എത്തുന്നത് എന്നതുകൂടി പ്രേക്ഷകർക്ക് ഡീറ്റെയിൽ ആയി കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഡിസംബർ 13-നായിരുന്നു ഈ പാർലമെന്റിൽ അതിക്രമം ഉണ്ടാകുന്നത്. ആ അതിക്രമം നടന്ന ദിവസം ഏതാണ്ട് വാർത്താ മണിക്കൂറുകൾ, ഉച്ച സമയത്ത് പൂർണ്ണമായും വാർത്തകൾ എല്ലാവരും നിറഞ്ഞു നിന്നത് ആ വിഷയം തന്നെയായിരുന്നു. ഒരു മിനിറ്റിലേക്കെങ്കിലും പാർലമെന്റ് സ്തംഭിച്ചു പോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത ഒരു നിമിഷമായിരുന്നു. അവിടെ സഭാ അംഗങ്ങൾ തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്തിയത്. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കടന്നു വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആയിരുന്നു സഭാനാഥന്റെ ശ്രമം. ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും. പക്ഷേ ലോക്സഭയിലടക്കം ആദിർ രഞ്ജൻ ചൗധരി ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ MP സംസാരിക്കുന്നു. തീർച്ചയായും ഗൗരവത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ അധ്യക്ഷന്റെ മറുപടി. എന്നാൽ പിന്നീട് സഭാ നടപടികൾ ബഹളമയമാകുന്നു. ഈ വിഷയത്തിൽ തന്നെ ഊന്നിപ്പോകുന്നു. പ്രത്യേകിച്ച് രാജ്യസഭയിലടക്കം പ്രതിപക്ഷ MP-മാർ വാക്കൗട്ട് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 13-ന് അതിക്രമമുണ്ടാകുന്നു. ഡിസംബർ 14-ന് തന്നെ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ് പ്രതിപക്ഷ MP-മാർ ചെയ്തത്. അവിടെ നമുക്ക് വീണ്ടും ഈ ഡാറ്റ ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നു. 14 MP-മാരെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് എനിക്ക് ചെറിയ അഭിപ്രായ ഭിന്നതയുള്ളത്. അതായത് 13-ാം തീയതി ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ പ്രതിഷേധമുയർത്തുന്നു. ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ്. അപ്പോൾ തന്നെ 14 MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മനുവിനും ഓർമ്മയുണ്ടാവും, 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതികളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സമയമുണ്ട്. അത് ഖജനാവിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായിരുന്നില്ല. പക്ഷേ ഖജനാവിലേക്ക് വരേണ്ട പണം, ഈ സ്പെക്ട്രം ലേലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖജനാവിലേക്ക് ഇത്രയും പണം വരാനുള്ള അവസരമുണ്ടായിരുന്നു. അത് തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നു അഴിമതി. ആ കാലഘട്ടത്തിലൊക്കെ എന്തു വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. എത്രയോ ദിവസം തുടർച്ചയായി സഭാ നടപടികൾ ഒന്ന് ചലിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പോലും നേരിടാത്ത സ്വാഭാവികമായും BJPക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ വിഷയം, BJP ഈ 2024-ലെ തെരഞ്ഞെടുപ്പാണല്ലോ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് നിരവധി പദ്ധതികളുടെ കംപ്ലീഷൻ നടക്കുന്നു. അതിന്റെ ഉദ്ഘാടനങ്ങൾ അനുദിനം പ്രധാനമന്ത്രി നടത്തുന്നു. അത് ഒരു തന്റെ പ്രചരണ വേദിയായി അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിന് മുന്നുള്ള തെരഞ്ഞെടുപ്പുകളും അതേ മട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലയിലാണ് നമ്മുടെ ഈ 3 ക്രിമിനൽ നിയമങ്ങൾ കൂടി ഈ പാർലമെന്റിന്റെ സെഷനിൽ പാസ്സാക്കി എടുക്കുക എന്നൊരു നടപടിയിലേക്ക് അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തത്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ഒരു പ്രചരണായുധമായി BJPക്ക്. കാരണം 1800 അടിത്തറയുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡും CRPC-യും ഒക്കെ മാറ്റി ഇപ്പം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെയൊക്കെ അങ്ങനെ മാറ്റി പുതിയ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടോടുകൂടിയുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അതെ, ഇന്ത്യൻ എന്ന പേര് തന്നെ മാറ്റി ഭാരതം എന്നാക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അതെല്ലാം കഴിഞ്ഞു എന്ന ഒരു അവകാശവാദത്തിന് കൂടി BJP മുന്നിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വിജയം, അതേ തുടർന്ന് അടുത്ത നടപടിക്രമം എന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു ഇരട്ടി വിശ്വാസം നൽകുന്നു എന്ന് തോന്നുന്നു, ശക്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷനാണോ ഈ കടുത്ത നടപടി പാർലമെന്റിൽ ഉണ്ടായത് എന്ന് സംശയിക്കേണ്ടി വരും. ഏതായാലും അതിൻ്റെയൊക്കെ ഭാഗമായി തുടർ പ്ലാൻ എന്ന നിലയിലാണ് BJP തങ്ങളുടെ അടുത്ത ഒരു വലിയ നേട്ടം എന്ന തരത്തിൽ രാജ്യത്ത് 1800-കളുടെ ഒക്കെ കാലഘട്ടം 1860-ലും ഒക്കെ ഉണ്ടായിരുന്ന ആ നിയമ പാരമ്പര്യം മാറ്റി പുതിയ ഒരു നിയമ സംഹിത, ഇംഗ്ലീഷുകാരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി എന്നൊക്കെ പറയാനൊക്കെ ആയിട്ടുള്ള വലിയ ഒരു ശ്രമം നടക്കുന്നതിനെയാണ് ഇവിടെ ഈ ഒരു പ്രശ്നത്തോട്
കൂടി പ്രതിപക്ഷം അവരുടെ ഒരു രീതി മാറ്റുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും BJPക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അവരുടെ നടപടിക്രമങ്ങൾ. ഏതായാലും ആ ബില്ലുകൾ എടുക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷം ശക്തമായി വരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതൊരു ഒരു ഭീഷണി എന്ന നിലയിൽ തന്നെയാണ് അവരിത് മുന്നോട്ട് വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പാർലമെന്റിൽ തങ്ങൾക്ക് വലിയ കരുത്തുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായി തന്നെ കഴിയും, അതിനുള്ള വഴികൾ ഈ നിയമത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു നീക്കമാണ് നടന്നത്. അതിനെ പ്രതിപക്ഷം കർശനമായി അല്ലെങ്കിൽ വലിയ ശക്തമായി എതിർക്കുന്നു. ഗാന്ധി സ്റ്റാച്യുവിന് മുന്നിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരും കനിമൊഴിയും ഒക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പിന്നെ ഡെറിക് ഓബറിൻ അവിടെ TMC നേതാവ് രാജ്യസഭയിൽ അദ്ദേഹം നടപടി നേരിടുന്നു, അദ്ദേഹം പ്ലേ കാർഡുകളുമായി പ്രതിഷേധത്തിനിറങ്ങുന്നു. ആ ഘട്ടത്തിൽ തങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് കാണിക്കാൻ കുറെ കൂടി കടുത്ത ഒരു നിലപാട് വീണ്ടും സ്വീകരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മുന്നിൽ BJP ഈ പാർലമെൻറ്റിൻ്റെ സെഷൻ 22-ന് തീരുമല്ലോ, അതിനുശേഷം ഇത് എങ്ങനെ വെക്കും എന്നതാണ് ഇനിയൊരു വലിയ ചോദ്യം. ആ ചോദ്യം ഈ 2024 തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംഭവങ്ങളെ എങ്ങനെ BJP വിനിയോഗിക്കും എന്നത് ഒരു വലിയ വിഷയമായി വരും. തീർച്ചയായും അവിടെ മനു സൂചിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം പോലും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. അതടക്കം പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്ന് പറയുമ്പോൾ മനു, തീർച്ചയായും ഈ ആക്രമണം നടത്തിയവർ ആരൊക്കെ, അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു, അവർ പാർലമെന്റിനകത്ത് കടന്നതൊരു BJP MP-യുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങാനും പ്രതിപക്ഷ നിരയിലെ ഒരു MP-യുടെ പാസ് ആയിരുന്നുവെങ്കിൽ അത് എത്രത്തോളം BJP പ്രയോജനപ്പെടുത്തുമായിരുന്നു, ഈ വിഷയത്തെ എത്രത്തോളം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ട് വരുമായിരുന്നു എന്നുള്ളതുമുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഈ 2023 ഡിസംബർ 14-ന് ശേഷം ആ പ്രതിഷേധത്തിന് കൂടുതൽ ആക്കം കൈവരികയാണ് ചെയ്തത്. അതായത് 14 അംഗങ്ങളെ പുറത്താക്കി എങ്കിൽ പോലും ഡിസംബർ 18-ന് വീണ്ടും 78 MP-മാർക്ക് സസ്പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് 14 MP-മാരിന് സാധാരണ 14 എന്നതൊരു ചെറിയ സംഖ്യയാണ് എങ്കിൽ 78 MP-മാരെ ഡിസംബർ 18-ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതാണ് ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നിരയെപ്പോലും അത്ഭുതപ്പെടുത്തിയത്. ഇത്രയധികം അംഗങ്ങളെ ഒറ്റയടി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു കൂട്ട സസ്പെൻഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധം. ലോക്സഭയിൽ നിന്നുള്ള ആളുകൾ, രാജ്യസഭയിൽ നിന്നുള്ള ആളുകളും അതിൽ കാര്യമായി ഉണ്ടായിരുന്നു. അതാണ് 78-ലേക്ക് ഉയർന്നത്. എന്തായാലും അടുത്ത ഡേറ്റകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തിനായിരുന്നു ആ പ്രതിഷേധം എന്നുള്ളതിലേക്കാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് 13-ാം തീയതി അതിക്രമം നടന്ന് ഉച്ചയ്ക്ക് ശേഷം സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ വിഷയം ഗൗരവത്തോടെ കാണണം എന്നുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ ആഭ്യന്തരമന്ത്രിയാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്ന കൃത്യമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. എന്നാൽ അതിനോട് മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ അംഗങ്ങൾ നിൽക്കുന്നു. തൊട്ടടുത്ത ദിവസം ഡിസംബർ 19-ന് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് 49 MP-മാർക്ക് കൂടി സസ്പെൻഷൻ ലഭിക്കുകയാണ്. അതായത് ആദ്യത്തെ ദിവസം 14, പിന്നീടത് 78, വീണ്ടും 49. ഈ നിലയിലേക്കായിരുന്നു മനു സസ്പെൻഷൻ നേരിട്ടത്. അതിൽ ഒരു ഡേറ്റ കൂടി പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുകയാണ്. മനു നേരത്തെ സൂചിപ്പിച്ചു ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ 141 അംഗങ്ങൾ ആണ് ആകെ സസ്പെൻഷനിലായിട്ടുള്ളത്. അവിടെ ലോക്സഭയിൽ നിന്ന് 95 അംഗങ്ങൾ, രാജ്യസഭയിൽ നിന്ന് 46 അംഗങ്ങൾ. ഈ നിലയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നിര പുറത്തിരിക്കുന്നത് മനു. അതെ, ഇത് പക്ഷേ ഇതിലൊരു കാര്യം, ഈ സ്പീക്കറിൻ്റെ നടപടിയെ ഒരുപക്ഷെ രാഷ്ട്രീയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്പീക്കർക്ക് അതിനുള്ള അധികാര പരിധി നൽകുന്നു ഈ നിയമസഭയുടെ അല്ലെങ്കിൽ ലോക്സഭയുടെ നടപടിക്രമങ്ങൾ. ഈ റൂൾ 373 പറയുന്നത് ഈ ഗ്രോസ് ഡിസോർഡർലി, അതായത് ഏതെങ്കിലും ഒരു അംഗം മൊത്തം ക്രമം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം സഭയിൽ ഉണ്ടായാൽ അദ്ദേഹത്തെ
പെട്ടെന്ന് തന്നെ സഭയിൽ നിന്ന് മാറ്റി നിർത്താം, നീ വിലക്ക് കൽപ്പിക്കാം എന്ന് പറയുന്നു. ആ നിയമത്തിൻ്റെ വശമായി പറയുന്നത് മെമ്പർ ഈസ് റിക്വസ്റ്റഡ് ടു ഡു സോ ഫോർ വിത്ത് ആൻഡ് സ്റ്റേ അവേ ഫ്രം ദ റിമൈനിങ് ഡേയ്സ് ഓഫ് ദ സിറ്റിംഗ് എന്ന് അങ്ങനെ ആ ദിവസത്തെ ഇതിൽ നിന്നാണ്. പക്ഷേ സസ്പെൻഷൻ നടപടികൾ വരുന്നതോടുകൂടി അത് ആ സെഷൻ്റെ അവസാനം വരെയാകാം, അല്ലെങ്കിൽ അടുത്ത 5 ദിവസത്തേക്കാകാം. ഏതാണ് ആദ്യം തീരുന്നത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ റൂൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ ഡിസംബർ 5-നാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2001. അതിൽ വളരെ കൃത്യമായി പറയുന്നു, അത് സ്പീക്കർ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ ഇങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകും ഫോർ 5 കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 5 ദിവസമോ അല്ലെങ്കിൽ സെഷൻ അവസാനിക്കുന്നതിനോ ഏതാണ് ഏറ്റവും കുറവ് ആ നടപടിയിലേക്ക് നീങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ MP-മാർക്ക് 22 വരെ അവരുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ ആകില്ല എന്ന് വളരെ വ്യക്തമായി ഈ റൂൾ ബുക്ക് പറയുന്നു. അതിൻ്റെ ഏറ്റവും 2021-ലാണ് അതിൻ്റെ ഫൈനൽ ഈ ക്ലോസ് കൂടി അതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കരുതിക്കൂട്ടിക്കൊണ്ട് വിൽഫുള്ളി ഒബ്സ്ട്രക്റ്റിംഗ് ദ ബിസിനസ് ആൻഡ് ഷൗട്ടിംഗ് സ്ലോഗൻസ് ആൻഡ് അതർവൈസ് എന്ന് വെച്ചാൽ സഭയുടെ മൊത്തത്തിലുള്ള നടത്തിപ്പിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് കരുതിക്കൂട്ടി ബഹളങ്ങൾ മുഴക്കുക, അതുപോലെ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ നടപടികൾക്കെതിരെയാണ് ഈ കർശനമായ നിലപാട് ഈ റൂൾ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സഭ കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന നിലപാട് ഇത് ഇപ്പോഴല്ല, നേരത്തെ ഉള്ള ആളുകൾ കണ്ടതിൻ്റെ ഭാഗമായാണ് ഈ ഇത്തരം നിയമങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യം സൂചിപ്പിക്കുമ്പോഴും നമുക്കറിയാം 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കീഴ്വഴക്കങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഒരു കാലഘട്ടത്തിലൊക്കെ സഭാ നടപടികൾ ആരംഭിക്കുന്ന ദിവസം ഫസ്റ്റ് ഡേ അന്ന് അന്തരിച്ച പ്രമുഖർ ആയവർക്ക് സഭാംഗങ്ങൾക്കൊക്കെ ആദരം അർപ്പിച്ച സഭാ നടപടികൾ പിരിയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് തിരുത്തുന്നു. അതിനുവേണ്ടി തുടക്കത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചാൽ പിന്നീട് നടപടികളിലേക്ക് കടക്കുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന പൊതുവ അഭിപ്രായമുണ്ട്. കാരണം ഈ സഭാ നടപടികൾക്ക് വലിയ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ തന്നെയാണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാർലമെന്റ് നടപടികൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്ന പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിന് അധികവും അതിൻ്റെ ആവശ്യമില്ല എന്ന പൊതുവിലയിരുത്തലിലേക്കാണ് വന്നത്. പക്ഷേ ഈ അധികാര കേന്ദ്രങ്ങൾക്ക് ഉള്ള പവർ എന്ത് എന്നത് അതിപ്പോൾ കേരളത്തിലടക്കം സ്പീക്കർക്ക് ഇതിന്റെ പുറത്തൊരു ചെറിയൊരു ഇതും കൂടി, അതായത് സ്പീക്കർ അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അതിനെ റദ്ദ് ചെയ്യാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ പിന്തുണ ഇല്ലാത്തൊരു സാഹചര്യം എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത് സാധ്യമാകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അത് ഒരു പ്രമേയത്തിലൂടെ വോട്ടിനിട്ട് വേണമെങ്കിൽ ഈ MP-മാരെ തിരിച്ചെടുക്കണം എന്ന ഒരു നിലപാട് ഇതിലുണ്ട്. ഞാനിപ്പോൾ നേരത്തെ റൂൾ 374-ന്റെ കാര്യം അത് ലോക്സഭയെ സംബന്ധിക്കുന്നതാണ്. ഇതേ റൂൾ തന്നെയാണ് പിന്നെ രാജ്യസഭയിലും റൂൾ 255 ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവിടെ നിരന്തരം തുടർച്ചയായി കരുതിക്കൂട്ടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ആൾക്ക് നടപടിയെടുക്കുക എന്നത് സ്പീക്കറിൽ നിക്ഷിപ്തമായ ഒരു അധികാരമാണ്. അത് വേണമെങ്കിൽ സഭയിൽ ആളുകൾക്ക് ഒരു പ്രമേയത്തിലൂടെ അത് തിരിച്ച്, അതായത് ഈ സഭാധ്യക്ഷനായ വ്യക്തി അദ്ദേഹവും ഒരു വ്യക്തിയാണല്ലോ, ഒരു പ്രകോപനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യമൊക്കെ തോന്നി വെറുതെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് സ്പീക്കറെ തിരുത്തുക, അതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. ഇത്രമേൽ ആലോചിച്ച് നമ്മുടെ മൊത്തം സംവിധാനത്തിന്റെ ഒരു മികവ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയും. അതായത് ഇവിടെ എല്ലാവർക്കും അധികാരങ്ങളുണ്ട്, എന്നാൽ എല്ലാ അധികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ചില പരിമിതികളുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ പാർലമെന്റിന് എങ്ങനെ നിയന്ത്രിക്കാം? പാർലമെന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്, പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ഷൻ കമ്മീഷന് വലിയ അധികാര പരിധിയുണ്ട്, പക്ഷേ ജഡ്ജിമാരുടെയും സുപ്രീം കോടതി ജഡ്ജിനെ പോലും ഇംപീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അധികാരം. അത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ എത്ര മനോഹരമായാണ് നമ്മുടെ ഈ നിയമ സംവിധാനത്തെ ആർക്കും ഒരിക്കലും പരമാധികാരം കിട്ടാത്ത തരത്തിൽ, അത് ഇപ്പൊ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം നേടുന്ന ഒരു പാർട്ടിക്ക് പോലും വലിയ പരമാധികാരം കിട്ടാത്ത തരത്തിൽ അത് എല്ലാ കേന്ദ്രങ്ങളിലേക്കും അങ്ങനെ വിന്യസിച്ചു വെച്ചതുകൊണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായ റോൾ അതിൽ, അതായത് പരസ്പര പൂരകമായി വർത്തിച്ചാൽ മാത്രമേ
ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനും അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കൂ എന്ന തരത്തിലാണ് നമ്മുടെ ചട്ടങ്ങൾ എല്ലാം രൂപപ്പെടുത്തിയെടുത്തത് എന്നത് തന്നെയാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് എന്തായാലും ഈ ഭരണഘടന തയ്യാറാക്കിയ ഈ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ആ സമിതി. അത് കോടതി, അതുപോലെ പിന്നെ കംട്രോളർ, ഓഡിറ്റർ ജനറൽ, അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ പരമോന്നതങ്ങളായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നത് അവരൊക്കെ അധികാരത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്പീക്കർക്കും വലിയ പരിധികളുണ്ട്. അതാണിപ്പോൾ നമ്മൾ എന്തായാലും ഈ ഭരണഘടനാ ശില്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ നിയമസഭയിൽ നിന്ന് നെഹ്റുവിന്റെ ചിത്രം മാറ്റി അവിടെ അംബേദ്കറിന്റെ ചിത്രം വെച്ചിട്ടുണ്ട് BJP. അത് ഇലക്ഷൻ ചാനലിന്റെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ ഒന്നാണ്. അതിനും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഏത് നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇനി വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക് പ്രേക്ഷകർ എത്തുമ്പോൾ അവിടെ ഈ നിലവിലെ സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് സസ്പെൻഷനിലായ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നത് കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം പോകുന്നത് ലോക്സഭയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിലേക്കാണ്. നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ശശി തരൂർ, മനീഷ് തിവാരി, കാർത്തി ചിദംബരം ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ സസ്പെൻഷനിലാണ്. ഫറൂഖ് അബ്ദുള്ളയുണ്ട്, ഡിംപിൾ യാദവ്, സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ, ഡാനിഷ് അലിയും സുശീൽ കുമാർ റിങ്കുവും അടക്കം AAPയുടെയും BSPയുടെയും DMKയുടെയും നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജ്യസഭയിലെ പട്ടിക പരിശോധിച്ചാൽ അവിടെ ജയറാം രമേശിനെ പോലെ, അതായത് വളരെ വർഷങ്ങളായി സഭാ നടപടികളിൽ ഉൾപ്പെടെ വ്യാപൃതനാകുന്ന ജയറാം രമേശ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്നല്ല. ഹനുമന്തയ്യ, രൺദീപ് സിംഗ് സുർജേവാല, ശാന്തനു സെൻ, മനോജ് കുമാർ ഝാ, രാം ഗോപാൽ യാദവ്, കനിമൊഴി, ജോൺ ബ്രിട്ട CPIMന്റെ MP ഉൾപ്പെടെ ഉള്ളവർ ആണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. ഇങ്ങനെ പ്രമുഖരായ നേതാക്കളെല്ലാം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. ഇവിടെ മനു, നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനില്ല എങ്കിൽ ഇതിപ്പോൾ ആദ്യമായാണോ ഇങ്ങനെയുള്ള പിരിച്ചുവിടിയിൽ എന്ന് സാങ്കേതികമായി പറയുകയല്ല, സസ്പെൻഷൻ ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള ചരിത്രം പരിശോധിക്കാം. ഇത് ഒരു 33 വർഷത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ ഇങ്ങനൊരു വലിയ ഒരു കൂട്ടം പിരിച്ചുവിടലിലേക്ക് വരുന്നത്. ഈ 89-ലുണ്ടായ ഒരു പിരിച്ചുവിടൽ 63 പേരെ ആണെന്ന് പിരിച്ചുവിട്ടത്. അത് വലിയൊരു രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലം. നമുക്ക് ആ ഡേറ്റകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1989-ലെ ലോക്സഭയിലെ കൂട്ടപ്പിരിച്ചുവിടിയിൽ എന്നതായിരുന്നു ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്രയധികം, അതായത് ഒരു കൂടുതൽ അംഗങ്ങളെ ഒറ്റയടി പിരിച്ചുവിടുന്ന ഒരു സമീപനം എന്നത്, പിരിച്ചുവിടുക എന്നാൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായത് 1989-ൽ ആയിരുന്നു. യെസ് മനു. അതെ, അത് അന്ന് ഉണ്ടാകുന്നത് അത് ഇന്ദിരാഗാന്ധി വധത്തിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ ഈ അന്വേഷണ കമ്മീഷന്റെ തലവൻ ആയിരുന്ന ജസ്റ്റിസ് താക്കർ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുകയാണ്. അതിനെ ചൊല്ലിയാണ് വലിയ തർക്കവും വിവാദവും ഉണ്ടായത്. അങ്ങനെ നടപടി MP-മാർക്കെതിരെ വരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമുണ്ടായത്, അന്ന് 3 MP-മാർ, അതിൽ പേരില്ലാത്ത ജനതാ വിഭാഗത്തിൽപ്പെട്ട സെയ്ദ് ഷഹാബുദ്ദീനും അതുപോലെ പിന്നെ GM ബനത്വാല, പിന്നെ MS ഗിൽ, പിന്നെ നമ്മുടെ ഷമീന്ദർ സിംഗ് തുടങ്ങിയ MP-മാർ, അവരുടെ പേര് അതിലുണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളെയും പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഏതായാലും അതിൻ്റെയൊക്കെ ശേഷം പക്ഷേ ഇതുപോലെ ആയിരുന്നില്ല സംഭവം. വൈകുന്നേരത്തോടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചർച്ച ചെയ്യുകയും ധാരണയാകുകയും ചെയ്തു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവർ സ്പീക്കറോട് തങ്ങളുടെ നടപടിയിൽ ക്ഷമാപണം നടത്തുകയും പിന്നെ അവർ സഭയിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തു. അത് അന്ന് ആ നടപടി അത് അങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഉണ്ടായൊരു കാര്യം, ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവിടെ ഈ ധവാന് വലിയ പങ്കുണ്ട് എന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വന്നു. RK ധവാൻ അത് അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ധവാന് ഒട്ടനവധി ധവാന്റെ ചില നടപടികളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ധവാൻ
ഇന്ദിരാഗാന്ധിക്ക് അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ തന്നെ സമയം അതിൻ്റെ ചിട്ടപ്പെടുത്തിയത് ഒക്കെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണോ എന്നൊരു സംശയം ഈ കമ്മീഷൻ്റെ ചെയർമാൻ മുന്നോട്ട് വെച്ചു. 314 പേജുള്ളൊരു റിപ്പോർട്ടിൽ 213 പേജും ഈ ആർ കെ ധവാനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ധവാൻ പക്ഷേ പിന്നീട് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഭാഗം കോൺഗ്രസിൽ ചേരുകയും രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം സഭയെ കൊടുമ്പിരി കൊള്ളിച്ചു. അതിനെ തുടർന്നാണ് അന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി സഭയുടെ നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഈ എം പിമാരെ പുറത്താക്കുന്ന ഒരു രീതി ഉണ്ടായി. ഇതാണ് BJP എല്ലാ കാലത്തും കോൺഗ്രസിനെതിരെ ഒരു വലിയ ആയുധമായി ഉയർത്തിയിട്ടുള്ളത്. കാരണം അന്ന് കോൺഗ്രസിന് വലിയ ഒരു മെജോറിറ്റി പാർലമെൻറ്റിൽ കിട്ടിയൊരു സമയത്താണ് ഈ നടപടി ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു സമയത്ത് കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന, അവരെ വിലക്കുന്ന, സഭയിലെത്തുന്നതിന് വിലക്കുന്ന നടപടികൾ നടന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നീടുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇത് BJP സ്പീക്കർമാർ ആളുകളെ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനൊക്കെ ആയിരിക്കുന്നവർ സഭാംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം നമുക്ക് വരുന്നത് സമാനമായൊരു സംഭവം പിന്നെയും ഉണ്ടായി 2015. അതെ, 2015 ഈ തർക്കം മുറുകുന്നു. അവിടെ അന്ന് വെങ്കയ്യ നായിഡു ഈ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കോൺഗ്രസ് മുൻപ് ഈ സാധനം ചെയ്തിട്ടുണ്ട് എന്ന് പലതവണ സഭാവിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് എന്ന് പലതവണ ഈ രാജ്യസഭയിലെ ആളുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് 25ഓളം എം പിമാർക്കാണ് നടപടി നേരിട്ടത്. അന്ന് അതിനെ ബ്ലാക്ക് ഡേ എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് ഒരു പ്രധാന കാരണം ആദ്യത്തേത് ഇന്ദിരാഗാന്ധിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ ധവാന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ധവാൻ ഈ ഇന്ദിരാഗാന്ധിയുടെ ടെലിവിഷൻ ഇൻ്റർവ്യൂവിൻ്റെ സമയം അതിൽ ഒരു ചെറിയ മാറ്റം വരുത്താനൊക്കെ ശ്രമിച്ചു എന്നത്, അതുപോലെ ഈ അദ്ദേഹത്തിന് ഈ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരുമായി ചെറിയ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നവരെ പറ്റി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അടുത്തത് ഈ സുഷമ സ്വരാജിനെ സംബന്ധിച്ചും അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനും എതിരെയായിരുന്നു ഈ അടുത്ത പ്രതിഷേധം. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് സുഷമ സ്വരാജും അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനും എതിരെ നടപടി വേണം, കാരണം ഇവർക്ക് ഈ ലളിത് മോദിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസും അതുപോലെ അവരുടെ സഖ്യ സംഘങ്ങളൊക്കെ എത്തുകയും ഈ പ്രശ്നം ഉയർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഈ വ്യാപം അഴിമതിയിൽ കുടുങ്ങി. വ്യാപം നമുക്കറിയാലോ, വലിയ ഒരു ഇതായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പ് കേസാണ്. അത് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, മെഡിക്കൽ രംഗത്തും അതുപോലെ സർക്കാർ സേവനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് നടന്നതിന് ശിവരാജ് സിംഗ് ചൗഹാനെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ നടപടി വേണം. അതുപോലെ വസുന്ധര രാജിക്ക് എതിരെയും ഈ ലളിത് മോദിയുമായി അടുപ്പമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്ന് അന്ന് നമ്മുടെ സ്പീക്കറായിരുന്നത് സുമിത്ര മഹാജനായിരുന്നു. സുമിത്ര മഹാജൻ ഇതിൽ ഒരു കടുംപിടുത്തം അതിൽ ഉണ്ടായി. ഒരു ടഫ് ആക്ഷൻ എന്ന നിലയിൽ അവർ ഈ വാക്ക്, അതായത് പെർസിസ്റ്റൻ്റ്ലി ആൻഡ് വിൽഫുള്ളി ഒബ്സ്ട്രക്റ്റിംഗ് ദ ഹൗസ് എന്ന് പറഞ്ഞു, അതായത് നിരന്തരവും തുടർച്ചയായി സഭയുടെ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ഒരു നിലപാട് ആണ് ഈ അംഗങ്ങൾക്കുള്ളത് എന്നാരോപിച്ചുകൊണ്ട് അവർ അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് സോണിയാഗാന്ധിയും അവരൊക്കെ വലിയ ശക്തമായ ഈ പ്രതിഷേധവുമായി വന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഈ TMCയും അതുപോലെ നമ്മുടെ CPIMൻ്റെ പി കരുണാകരൻ ഉണ്ടല്ലോ MP. അപ്പോൾ ഇവരൊക്കെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങൾ അന്ന് നടത്തിയതൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായി ആണ് ഒരു പക്ഷേ ഇത്ര വലിയ ഒരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു അംഗങ്ങളെ, ഇത്ര വലിയ സംഖ്യ അംഗങ്ങളെ മാറ്റി നിർത്തുന്നത്, സഭയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നത് ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ നേരത്തെ ഇത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളതാണ്, നേരത്തെ ഇത് വെങ്കയ്യ നായിഡു ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സഭയിലൊരു പുതിയ കാര്യമല്ല. പക്ഷേ 2024 ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുമ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ തീർച്ചയായും അതായത് MP-മാരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ എന്നത് ചരിത്രത്തിലുണ്ട് എങ്കിൽ പോലും അത്
വളരെ അപൂർവമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ഗൗരവമായ വിഷയങ്ങളിലായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് മാസ് സസ്പെൻഷൻ എന്ന് തന്നെ, അതായത് കൂട്ട പിരിച്ചുപിടിയിൽ അല്ലെങ്കിൽ കൂട്ട സസ്പെൻഷൻ, പിരിച്ചുപിടിയിൽ എന്നത് സാങ്കേതികമായി തെറ്റാണ്, കൂട്ട സസ്പെൻഷൻ വേലവിലക്ക് തൽക്കാലത്തേക്ക് കൊടുക്കുക. അതെ, ആ നിലയിൽ നമുക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്തായാലും അതേസമയം അയോഗ്യരാക്കപ്പെടുന്ന ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മുഹുമ മൈത്രേയ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MPയെ പുറത്താക്കിയത്. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലായെങ്കിൽ കോടതി തെരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ അയോഗ്യമാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില കേസുകളിൽ, ക്രിമിനൽ കേസുകളിലടക്കം MPമാർ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് ആ പദവികൾ നഷ്ടപ്പെടാറുണ്ട്. അത്തരം സംഭവങ്ങളൊന്നുമല്ല ഇന്ന് ഇലക്ഷൻ ചാനൽ ഇതുവരെ സൂചിപ്പിച്ചത്. മറിച്ച് പാർലമെന്റിൽ കൂട്ടമായി സസ്പെൻഷൻ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടോ, അത് ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ വിഷയങ്ങളിൽ എന്നതാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവച്ചത്. പക്ഷേ മനു സൂചിപ്പിച്ചതുപോലെ 2024 തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് 141 അംഗങ്ങൾ പാർലമെന്റിന് പുറത്തിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഇനിയുള്ള നീക്കങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതെന്തേ എന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക്. നമ്മൾ അവസാനിപ്പിച്ചത് ഇതുവരെയുള്ള പാർലമെന്റിലെ MPമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ്. എങ്കിൽ ഈ സസ്പെൻഷൻ നേരിടുമ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പുരോഗമിക്കുന്നത്. അതെടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണിയുടെ അമരത്തേക്ക് കോൺഗ്രസിന് വരാനുള്ള വലിയൊരു അവസരമുണ്ടായിരുന്നു. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും തെലങ്കാനയിലെയും മിസോറാമിലെയും തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായി കോൺഗ്രസിന് ലഭിക്കുന്ന ഒരിടം. പക്ഷേ തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് കൃത്യമായി കരുത്ത് കാണിക്കാൻ സാധിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് നിലയിൽ കാര്യമായ കുറവുണ്ടായില്ല എങ്കിൽ പോലും സീറ്റ് നിലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ 141 അംഗങ്ങൾ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തുമ്പോൾ പാർലമെന്റിന് പുറത്തിരിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് വീണ്ടും പ്രാധാന്യം കൂടുകയാണ്. പ്രതിപക്ഷ നിരയെ ഒന്നടങ്കം പുറത്തേക്ക് ഇരുത്താൻ BJP ശ്രമിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്ത് എന്നതാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് ആ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പഴയ ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് തന്നെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം എന്നത് 2023 ജൂലൈ 18-നായിരുന്നു. 28 പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യനിരയാണ് നിലവിൽ ഇന്ത്യ മുന്നണി എന്ന് നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ചേർന്നത് 2023 ജൂൺ 23 ആയിരുന്നു. അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യത്തെ സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നു. അങ്ങനെ ബീഹാറിലെ പാട്നയിൽ യോഗം നടക്കുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ആ സമയത്ത് ഇതിൽ 16 പ്രതിപക്ഷ പാർട്ടികൾ ആയിരുന്നു പങ്കെടുത്തത്. തൊട്ടടുത്ത യോഗം, അതായത് രണ്ടാമത്തെ യോഗം എന്നത് 17-18 തീയതികളിൽ നടന്നു. ജൂലൈ 17-18 തീയതികളിലായിരുന്നു. സോണിയാഗാന്ധിയായിരുന്നു അധ്യക്ഷ. 10 പാർട്ടികളെ കൂടി പാർട്ടിയുടെ ഈ മുന്നണിയുടെ ഭാഗമാക്കാൻ സാധിക്കുന്നു. ആ യോഗത്തിൽ ആണ് ഇന്ത്യ എന്ന INDIA എന്ന പേര് സാങ്കേതികമായി ഈ മുന്നണി സ്വീകരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു യോഗവും നടന്നിട്ടുണ്ട്. അത് മുംബൈയിലായിരുന്നു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ 28 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 63 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. 14 അംഗ കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കുകയും ചെയ്തു. 4ാമത്തെ യോഗം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഈ യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചു എന്നുള്ളതാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പ്രതികരണം. ആ വാക്കുകളിലേക്കടക്കം പോകുന്നതിന് മുമ്പ് മനു സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ ആര് നയിക്കും ഇന്ത്യ മുന്നണിയെ, INDIA ആര് നയിക്കുമെന്നത് സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നു. കാരണം അത് ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ്. മമതാ ബാനർജി ഒരു ഭാഗത്തുണ്ട്, ശരത് പവാറുണ്ട്, DMK ഉണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൽ തന്നെ ആരാണ് അതിൻ്റെ അമരത്തേക്ക് വരേണ്ടത് എന്ന തർക്കമുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഇതൊരു അവസരമായി INDAക്ക് മാറുന്നുണ്ടോ? INDA കഴിഞ്ഞ നമുക്കറിയാലോ ഡിസംബർ ആദ്യവാരത്താണല്ലോ അവരാദ്യം
യോഗം കൂടുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു. പിന്നീട് അത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ഒരു യോഗം മാത്രമായി അത് മാറ്റുകയും ചെയ്തു. പിന്നെ ഡിസംബർ 3-ാം വാരം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അത് കോൺഗ്രസ് വിളിച്ചു ചേർത്തതുമായിരുന്നല്ലോ. അതെ, അതിൽ താനിതൊന്നും അറിയില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു. തനിക്ക് അതിന് വിവരം കിട്ടിയിട്ടില്ല. അങ്ങനെ ചില ആളുകൾ മാറി നിന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി അന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ മാത്രം യോഗം ഖാർഗെയുടെ മുറിയിൽ വിളിച്ചു ചേർക്കാം. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഒരു വിശാലമായ യോഗം ഡിസംബർ അവസാന വാരം വിളിച്ചു ചേർക്കാമെന്ന് അന്ന് തീരുമാനിക്കും. പിന്നീടാണ് അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഈ ആദ്യത്തെ യോഗം നമ്മൾ പറഞ്ഞ പോലെ ജൂലൈയിൽ ചേർന്നു. പക്ഷെ അതിൻ്റെ അടുത്ത യോഗം അടുത്ത ഘട്ടത്തിൽ തന്നെ പിന്നെ ആദ്യ യോഗം ജൂണിൽ ചേരുന്നു. അതിൻ്റെ അടുത്ത യോഗം ജൂലൈയിൽ ചേരുന്നു. അപ്പോൾ തുടരെ യോഗം ചേരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ 3-ാമത്തെ യോഗവും ചേരുന്നു. പക്ഷേ അതോടുകൂടി ഇത് പിന്നീടുള്ള 3 മാസങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ യോഗങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. പിന്നെ 3 മാസത്തെ ഒരു ഇടവേളയിലാണ്. അപ്പോൾ ജൂണിൽ തുടങ്ങുന്നു ആദ്യ യോഗം. ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നു ഇന്ത്യ മുന്നണി എന്നത്. അത് ജൂലൈയിൽ തന്നെ പ്രാവർത്തികമാക്കുന്നു. 17-18 തീയതികളിലാണല്ലോ യോഗം ചേരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടം പിന്നെ ഓഗസ്റ്റിൽ 31 തൊട്ട് സെപ്റ്റംബർ 1 വരെ 31 സെപ്റ്റംബർ 1 ഒക്കെ ആയി അവിടെ ചേരുന്നു. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറും അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഇടവേള വന്നു. ആ ഇടവേള ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് യോഗം ചേരുന്നില്ല, എന്തുകൊണ്ട് സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വിഷയങ്ങൾ ഉണ്ടായില്ല എന്ന ചർച്ച വന്നു. ഏതായാലും ഈ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലെ പരാജയം വീണ്ടും ഇന്ത്യ മുന്നണി എന്നൊരു ആവശ്യകതയെ കൂടുതൽ ശക്തമാക്കി എന്ന് നമുക്ക് കരുതണം. ഒപ്പം തന്നെ ഇത്തവണത്തെ വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ പാർലമെന്റിൽ നടക്കുന്ന ഈ പ്രക്ഷുബ്ധവും അല്ലെങ്കിൽ പാർലമെന്റിൽ നടക്കുന്ന ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി യോജിച്ച് നിന്നില്ലെങ്കിൽ കാര്യങ്ങൾ മാറും എന്നൊരു നില അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ മല്ലികാർജുൻ ഇതിലൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അത് മല്ലികാർജുൻ ഖാർഗെ ആകുമോ എന്ന ഒരു കാഴ്ചപ്പാട് നേരത്തെ മുൻകൂട്ടി BJP കണ്ടിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെയാണ് പല ഇടങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണം ഈ 3 സംസ്ഥാനങ്ങളിലും കൃത്യമായി നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ജാതി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ദളിത് പ്രധാനമന്ത്രി എന്നുള്ള വാദമൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി നേരത്തെ ഇപ്പം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അതായത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെയും മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെയും ഒക്കെ വളരെ കൃത്യമായി ജാതി രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ BJP ജാതിക്കാരെ അതൃപ്തിപ്പെടുത്തുന്നുമില്ല. അവർക്കും ഇതുണ്ട്. രജപുത്രർക്ക്, ദിയാകുമാരിയെ പോലുള്ളവർക്ക് അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതേസമയം പിന്നോക്ക യാദവർക്ക് അംഗീകാരം, മോഹൻ യാദവിനെ പോലുള്ള യാദവർക്ക് അംഗീകാരം കൊടുക്കുന്നു. അതുപോലെ ശർമ്മ വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾക്ക്. അപ്പം എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒപ്പം തന്നെ വളരെ പിന്നോക്കമായി നിന്ന ഗോത്ര വിഭാഗക്കാർക്ക് മുഖ്യമന്ത്രി വിഭാഗത്തിൽ നിന്നുള്ള ആൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു. അതൊക്കെ പിന്നെ വിഷ്ണുദേവ് ദിയോ ഒക്കെ ഈ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സിന് BJP ഒരു ഉയർന്ന ജാതിക്കാരുടെ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്യുന്നില്ലെന്നോ ഒക്കെ ഉള്ള ആരോപണം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടെടുത്തിട്ടുള്ള നീക്കങ്ങളാണ് എന്നത്. ഒരുപക്ഷെ മനു, ഇത് ഇലക്ഷൻ ചാനൽ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഈ OBC രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നതും എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് OBC രാഷ്ട്രീയത്തെ ഉയർത്തിക്കാണിക്കുന്നത്, ഒപ്പം ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നതെല്ലാം നമ്മൾ ഡേറ്റ സഹിതം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അവിടെ ഇത്തരത്തിലൊരു OBC രാഷ്ട്രീയവും അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കൃത്യമായൊരു മറുപടി BJP നൽകുകയാണ്. നിങ്ങളിൽ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ എത്ര പേർ അധികാരത്തിലേറിയപ്പോൾ ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, ഒരു പിന്നോക്ക വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, എത്ര OBC അംഗങ്ങൾക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പദം നൽകിയിട്ടുണ്ട് എന്ന ചോദ്യം ചോദിക്കുകയും ഇതാ ഞങ്ങൾ ഇവരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കി, ഏത് വിഭാഗത്തിൽ നിന്നാണ് ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്നത് പറയും.
വനിതകളെ അടക്കം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത് BJP ആണ് എന്ന് സാങ്കേതികമായി അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അവസരം. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതിൽ തർക്കമുണ്ടാകും നേതൃത്വത്തെ ചൊല്ലി എന്നത് വളരെ ഒരു സുവ്യക്തമായ കാര്യമായിരുന്നു. കാരണം ഈ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ബീഹാറിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അഗർ സച്ച് മേ ജീത് ചാഹിയേ തോ ഫിർ ഏക് നിശ്ചയ് ഓർ ഏക് നിതീഷ് ചാഹിയേ എന്ന, അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കണമെങ്കിൽ ദൃഢനിശ്ചയം വേണം, പിന്നെ നിതീഷ് കുമാറും വേണം എന്നാണ്. അപ്പം നിതീഷ് കുമാറിനെ നേതാവാക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് അവിടെ നിന്ന് വരുന്നു. മമതാ ബാനർജി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്തിയതാണ് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ. കാരണം ഇന്ത്യ മുന്നണിക്കകത്ത് നടക്കുന്ന തീരുമാനങ്ങളാണ്, അത് ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഇലക്ഷൻ ചാനൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്ന വാർത്തയാണ്. ആ വാർത്ത എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വൈക്കോ തന്നെയാണ്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. There was no opposition to that suggestion. Okay, सबने सपोर्ट किया. That she suggested. बहुत PM पोस्ट मल्लिकार्जुन खड़गे. क्या सजेस्ट किया ममता जी ने, आप एक बार बता दीजिए एक लाइन में. Kharge. खड़गे should be the PM. खड़गे should be for the PM or the convener face. PM face. Okay sir, thank you sir, thank you. റൈറ്റ്. എന്തായാലും വൈക്കോ വളരെ കൃത്യമായി പറയുന്നുണ്ട് PM ഫേസ്, അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെ ഖാർഗെയെ ഉയർത്തി കാണിക്കുമെന്നുള്ളത്. എന്തായാലും മനു, നമുക്ക് അതിന് വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട നേതാവായ സീതാറാം യെച്ചൂരി ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? വൈക്കോ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നത് പ്രേക്ഷകർക്ക് കേട്ടാൽ മനസ്സിലാകും. यार ये कौन प्रपोज किया? ममता जी ने जानकारी आ रही, ममता जी ने आपसे यार जो थे वहाँ पे मीटिंग में उनको पता नहीं, आपको पता है तो आप ही जवाब दीजिए. റൈറ്റ്. എന്തായാലും ഇതൊക്കെ ആരാണ്, നിങ്ങളാണോ തീരുമാനിച്ചത് പറഞ്ഞത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് അങ്ങനെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയും. കാരണം സ്വാഭാവികമായി ഇടതു കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു നിലപാട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ അത് ഏറ്റവും അധികം അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് CPM-നായി. അതെ. കാരണം കോൺഗ്രസ് ഇതരമായ ഒരു രാഷ്ട്രീയ സഖ്യം ശക്തിപ്പെടുമെന്ന് തുടരെയാണ് CPM പറയുന്നത്. കോൺഗ്രസ് അല്ല, മറ്റ് പ്രാദേശിക തലത്തിലുള്ള കക്ഷികളെല്ലാം ശക്തിപ്പെടും, അവരിൽ നിന്നൊരു നേതാവ് ഉയർന്നു വരും എന്നൊരു വാദമാണ് കോൺഗ്രസ് വെക്കുന്നത്, CPM വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ പലയിടത്തും കോൺഗ്രസിനെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നതും ജയസാധ്യതയുള്ളതുമായ മണ്ഡലങ്ങൾ കേരളത്തിലാണുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ഒരു നീക്കമുണ്ട്, എല്ലാവരും അതിന് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ CPM-ന് നേരിടാനാകില്ല. അപ്പം അവിടെ പ്രഖ്യാപിച്ചു എന്നത് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകർ, News 18 മാധ്യമപ്രവർത്തകർ അവിടുന്ന് സ്ഥിരീകരിക്കുന്നു. പ്രഖ്യാപിക്കുന്ന സെൻസ് തീരുമാനിച്ചു, അത് ആരും എതിർത്തില്ല. മമതാ ബാനർജി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് എല്ലാവരും, അത് ഏറെക്കുറെ ശരിയാണ്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നൊരു നിലപാട്, അത് മല്ലികാർജുൻ ഖാർഗെ ആകണം എന്ന ആവശ്യം. കാരണം അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ആർക്കും പെട്ടെന്ന് ചാടിക്കയറി എതിർക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എതിർത്താൽ അത് തെരഞ്ഞെടുപ്പിന്റെ മറ്റു അതിലൊട്ടേറെ കാര്യമുണ്ട്. അതായത് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നൊക്കെയുള്ള തരത്തിലുള്ള, അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്നാണ് എപ്പോഴും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുന്നത്, പ്രധാനമന്ത്രിമാരുണ്ടാകുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദളിത് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ എതിർക്കാൻ പോയാൽ അതും വലിയൊരു രാഷ്ട്രീയ, എല്ലാ അർത്ഥത്തിലും ഖാർഗെയെ പ്രതിഷ്ഠിച്ചാൽ പിന്നെ എതിർക്കാൻ പറ്റില്ല. അതിപ്പോൾ നരസിംഹറാവുവോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണല്ലോ, ദേവഗൌഡയെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇവിടെ നിന്ന്, നമ്മുടെയൊക്കെ അയൽ സംസ്ഥാനത്ത് നിന്നോ അടുത്ത് നിന്നോ ഒക്കെ
പ്രധാനമന്ത്രിമാരായിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഈ പറയുന്നത് പോലെയാണ്. ഇതെല്ലാത്തിനും മറുപടിയാണ് ഖാർഗെ. മാത്രമല്ല ചില നേതാക്കളെ ഒതുക്കാനും പറ്റും. അവിടെയാണ് CPM വെട്ടിലായത്. മല്ലികാർജ്ജുൻ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് CPM-ന് കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് പോകുന്നത്. അവിടെ ഒരു ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളതും പറയുന്നതും ഈ യോഗത്തിനകത്ത് ചർച്ച ചെയ്തതും ഒക്കെ ഒരു പ്രധാന കാര്യം എന്താണ്, കൃത്യമായ സീറ്റ് ഷെയറിംഗ് നടന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ സീറ്റ് ഷെയറിങ്ങിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മുടെ കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മോഹൻ പ്രകാശ് കൺവീനറായി ഒരു സമിതി ഉണ്ടാക്കി. അതിൽ അശോക് ഗെഹ്ലോട്ടിനെയും ഭൂപേഷ് ബഘേലിനെയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ പ്രയാസം മനസ്സിലാവും. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഷെയറിംഗ് കൃത്യമായി നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റുപോകും എന്നറിയാവുന്ന ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് അശോക് ഗെഹ്ലോട്ടും അതുപോലെ ഭൂപേഷ് ബഘേലും. ഒപ്പം സൽമാൻ ഖുർഷിദും മുകുൽ വാസ്നിക്കും ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നു. ആ സീറ്റ് ഷെയറിംഗ് ഒരു തരത്തിലും പ്രായോഗികമാകാത്തൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതാണ് ഒരു പക്ഷേ അതുകൊണ്ടാകണം എനിക്കറിയില്ല എന്ന്. യെച്ചൂരിയുടെ പ്രതികരണം അതാകുമ്പോൾ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട പേര് മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ്. പക്ഷെ ഖാർഗെ എന്തായാലും മനു വളരെ ഇരുത്തം വന്ന ഒരു നേതാവിനെ പോലെ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം ഇരുത്തം വന്നൊരു നേതാവ്. അതെ അതെ, ആ ഒരു ശേഷി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നോക്കാം. सब मिलके प्रोटेस्ट करना और ऑल इंडिया प्रोटेस्ट 22 दिसंबर को ये जितने भी सस्पेंशन हो गए उनके बारे में ये चलेगा. सीट शेयरिंग का भी हम मिल के पहले जिस स्टेट में हमारे लोग हैं पहले वो लोग वहाँ पर एक दूसरे से समझौता करेंगे. अगर कहीं दिक्कत है या कहीं अभी नहीं बन सकता उसके लिए फिर यहाँ पर हमारे जो इंडिया गठबंधन के नेता लोग हैं उसको ഡിസൈഡ് करेंगे. റൈറ്റ്, അതാണ് എന്തായാലും ഈ അലയൻസിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നു. ഒപ്പം ഡി രാജ, നേരത്തെ നമ്മൾ സീതാറാം യെച്ചൂരിയെ കാണിച്ചു CPI-ന്റെ, ഇനി നമുക്ക് CPI-യുടെ പ്രതികരണം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹവും ഇങ്ങനെയുള്ള, അതായത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ തയ്യാറായില്ല, മറിച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കും BJP-ക്കെതിരെ, അതിനുവേണ്ടി തയ്യാറാകുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ വാക്കുകൾ കൂടി പരിശോധിക്കാം. There was a reference to common minimum program. Now it has been decided first to take up the issue of suspension of MPs because it is an onslaught on our democracy. It is an attack on our parliamentary system. So there should be protest across the country. അതാണ് ഈ വിഷയം. പ്രധാനമായും ഇപ്പോൾ മറ്റ് പ്രധാനമന്ത്രി അങ്ങനെയുള്ള കാര്യങ്ങളിന് പകരം ഒരു കോമൺ മിനിമം പ്രോഗ്രാം അതാണ്. അപ്പോൾ ഈ സീതാറാം യെച്ചൂരിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വന്നപ്പോഴൊക്കെ നമ്മൾ പല ഘട്ടത്തിലും അദ്ദേഹത്തെ പ്രചരണ വേദിയിലൊക്കെ കാണുകയും ഒറ്റയ്ക്ക് അദ്ദേഹവുമായി ഇന്ററാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പോളിസിക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, ഒരു ലീഡർക്കല്ല. നിങ്ങൾക്കൊരു സുസ്ഥിരമായ ഒരു പോളിസി, ഒരു പൊതു മിനിമം പരിപാടി, ഒരു നയം, ആ നയം ഉണ്ടാകണം. ആ നയമാണ് വേണ്ടത് എന്നാണ് ഒരു ഇടത് രീതി. അല്ലാതെ ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിക്കുക അല്ലെങ്കിൽ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഒരു പൊതു നയം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടും. അതാണ് ഇപ്പോൾ നമുക്ക് ഡി രാജയുടെ വാക്കുകളിൽ നിന്നും കാണുന്നത്. അദ്ദേഹവും ആവശ്യപ്പെടുന്നത് ആദ്യം ഒരു കോമൺ മിനിമം പ്രോഗ്രാം, എല്ലാവരും ഒന്നിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നയം രൂപീകരിക്കുക. അതിനോടൊപ്പം ഇപ്പം നടക്കുന്ന BJP സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയ വില്ലുകൾ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അത് എങ്ങനെ അവർക്ക് ബാച്ചപ്പ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇനി 2024 ആകുമ്പോഴേക്കും നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ JMM നേതാവിന്റെ പ്രതികരണവും ഉണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി വളരെ പെട്ടെന്ന്. कि सीट शेयरिंग में अब देर नहीं होनी चाहिए. उन्होंने कहा कि स्टेट लेवल पर पहले तय हो, स्टेट के जो पॉलिटिकल लोग हैं वो तय करें और उसके बाद वहाँ पर कोई बाधा आए डिसीजन लेने में तो फिर सेंट्रल में आके उसका कोई समाधान निकाला जाए और कंबाइंड रैली, कंबाइंड प्रोग्राम्स चॉकआउट किए जाए एवरी 10 डेज में. ये इस पर जोर दिया गया ताकि लोगों को एक वैक्यूम ना लगे, क्योंकि बीच में काफी दिन तक लोग शांत हो गए थे तो जनता के पास मैसेज नहीं था. हाँ, अच्छा रहा. अभी
शुरू होगा, कैंपेन भी शुरू होगा, सीट शेयरिंग भी होगी, सब होगा। कन्वीनर को लेकर सर कोई चुना गया, कन्वीनर को लेकर कोई बात हुई सर? नहीं अभी सर आप दिल्ली में आप एक बड़े नेता റൈറ്റ്, എന്തായാലും ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോഴും നേരത്തെ മനു സൂചിപ്പിക്കുന്ന പോലെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പല വാചകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളിലൊന്നാണ് ഒരു ജനത എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ആ ജനതയ്ക്ക് ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ ജനതയ്ക്ക് വേണ്ടത് എന്താണോ അത് തീരുമാനിക്കാനുള്ള ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ശക്തമാകുമ്പോഴാണ് ഒരു രാജ്യം, ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്നത് ശക്തമായി നിലകൊള്ളേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പല സ്വഭാവത്തിൽ പല നയങ്ങളിൽ ഒക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ പോലും ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് പക്ഷേ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആകാം, ആഭ്യന്തരമായി അവർ ഒറ്റക്കെട്ടാകാം. എന്തായാലും അതെല്ലാം ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതിന് നമുക്ക് 2024 തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. അതിനിടയിൽ ഇത്തരം ഒട്ടേറെ സംഭവവികാസങ്ങൾ ഇനിയുമുണ്ടാകും. അതുമായി ഇലക്ഷൻ ചാനൽ എത്തും. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ